ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. അരവിന്ദന്റെ അതിഥികൾ സംവിധാനം ചെയ്ത M. മോഹനന്റെ ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസനാണ് ലീഡ് റോൾ ചെയ്യുന്നത്. വിനീത് ശ്രീനിവാസൻ കൂടാതെ ഒരു നീണ്ട നിര ഓഫ് ആക്ടേഴ്സ്. വിനീത് ശ്രീനിവാസൻ കൂടാതെ പൂജ മോഹൻരാജ്, P. കുഞ്ഞികൃഷ്ണൻ, നമ്മുടെ ജഡ്ജിയായിട്ട് വന്ന എന്നത്താൻ കേസ് കൂടുതൽ ജഡ്ജിയായിട്ട് വന്ന P. കുഞ്ഞികൃഷ്ണൻ, നിഖില വിമൽ, യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഫേമസ് ആയ അലംബൻസ് ഗ്യാങ്ങിലെ അമൽ താഹ തക്സ്, ആ പുള്ളിയുണ്ട്. ഇവരൊക്കെ കുറച്ചുകൂടി വലിയ റോൾസാണ്. ഇത് കൂടാതെ ഒരുപാട് ക്യാമിയോസ്, അതായത് നീണ്ട നിര, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇന്ദു തമ്പി, ആർട്ടിസ്റ്റായ ഇന്ദു തമ്പി, മിസ് പാറക്കോട് എന്നറിയപ്പെടുന്ന, പാറക്കോട് എന്നാണ് ആണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ, മിസ് പാറക്കോട് എന്നാണ് ഹാൻഡിലിൻ്റെ പേര്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഹരിത പാറക്കോട് എന്ന മിസ് പാറക്കോട്. പിന്നെ അലമൻസ് ഗ്യാങ്ങിലുള്ള ചിപ്പി ദേവസി, വർഷ രമേശ്, വെറും വർഷ, അങ്ങനെ വിധു പ്രതാപ്, സയനോറ, കയാദു ലോഹാർ, അങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട നിര ഓഫ് ആക്ടേഴ്സ്, ക്യാമിയോസ്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും പടം വല്ലാത്തൊരു പടമാണ് ഇത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് മൊമെൻറ്റ്സ്, അതായത് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഓർക്ക ചിരിച്ചു പോകുന്ന ചില മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ കൂടുതലും ബോറാണെങ്കിൽ ചില സമയങ്ങളിൽ വലിയ കുഴപ്പമില്ല. അത് ക്യാരക്ടറും കൂടെ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇത് ഈ നമ്മുടെ അൻപോട് കൺമണി മലയാളം പടം, അൻപോട് കൺമണി പോലെ അതിൻ്റെ വേറൊരു വേർഷൻ. അതിൻ്റെ അകത്ത് ഈ എപ്പോഴാണ് വിശേഷം, എപ്പോഴാണ് പ്രസവം ചോദിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കല്യാണമാണ്. തുടക്കം മുതൽ അവസാനം വരെ കല്യാണം. ഇതല്ലാതെ വേറെ ഒരു കാര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വിനീത് ശ്രീനിവാസൻ കല്യാണം കഴിക്കാൻ നോക്കുന്നു, വിനീത് ശ്രീനിവാസൻ്റെ ജയേഷ് എന്ന കഥാപാത്രം കല്യാണം കഴിക്കാൻ നോക്കുന്നു. ആ കല്യാണം നടക്കുന്നോ ഇല്ലയോ എപ്പം നടക്കും എന്നുള്ള ഒരു നീണ്ട, അത് മാത്രം സിനിമയ്ക്കകത്ത്. അത് മാത്രമല്ല, നമ്മളിപ്പം ചിരിക്കാത്ത ഒരുപാട് പ്രോബ്ലമാറ്റിക് തമാശകൾ, പൊളിറ്റിക്കലി ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരു സിനിമയാണ്. പക്ഷെ അതൊരു സൊസൈറ്റൽ പെർസ്പെക്റ്റീവ്, സോഷ്യോളജിക്കൽ സ്റ്റഡി പോലെ ആവാൻ സാധ്യതയുള്ളൂ. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. സിനിമയുടെ അകത്ത് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്നാൽ പോലും നമ്മൾ പണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ചിരിക്കാൻ പാടുള്ള, പ്രത്യേകിച്ച് നിഖില വിമലിൻ്റെ ആ ക്യാരക്ടർ, അത് എന്തിനാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഈ ഒരു കാലഘട്ടത്തിലേക്ക് അങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ കാണിച്ച് തമാശ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തമാശ തോന്നാൻ വഴിയില്ല നമുക്ക്. അങ്ങനത്തെ കുറേ ഉള്ള സംഭവങ്ങൾ. മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 stars out of 5. Thanks for watching. Bye.